Hello students, you are welcome to the class of corporate accounting. Our topic for today it is intercompany holdings. Amalgamation chapter last adjustment എന്ന് പറയാം. It is intercompany holdings. A company's holding of another company's share. There may be three situations. മൂന്ന് തരത്തിലാവാം. That it is shares held by the acquirer company in the acquiring company, or shares held by the acquiring company in the acquirer company, or shares held by both companies in one another. അതായത് പർച്ചേസിംഗ് കമ്പനിക്ക് സെല്ലിംഗ് കമ്പനിയിലുള്ള ഷെയർസിൽ പങ്കുണ്ടെങ്കിൽ പർച്ചേസിംഗ് കമ്പനി ഹോൾഡ് ഷെയർസ് ഇൻ ദ സെല്ലിംഗ് കമ്പനി. രണ്ടാമത്തെ കേസിൽ സെല്ലിംഗ് കമ്പനി ഹോൾഡ് ഷെയർസ് ഇൻ ദ പർച്ചേസിംഗ് കമ്പനി. മൂന്നാമത്തെ കേസിൽ ഇറ്റ് ഇസ് ക്രോസ് ഹോൾഡിംഗ്. ദാറ്റ് മീൻസ് രണ്ട് കമ്പനിയും പരസ്പരം ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർസ് ഹെൽഡ് ബൈ ബോത്ത് കമ്പനീസ് ഇൻ വൺ അനദർ. ഇവിടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് കേസ് ആണ് ഷെയർസ് ഹെൽഡ് ബൈ ദി പർച്ചേസിംഗ് കമ്പനി ഓർ അക്വയറർ കമ്പനി ഇൻ ദി അക്വയറി കമ്പനി. Two companies are there, A Limited and B Limited. Here A Limited owns 10,000 shares or 40% of shares of the B Limited. ഇത്തരം കേസിൽ എ ലിമിറ്റഡ് ബി ലിമിറ്റഡിനെ വാങ്ങിക്കുകയാണെങ്കിൽ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ഹിയർ എ ലിമിറ്റഡ് വിൽ ബി ട്രീറ്റഡ് ആസ് ട്രാൻസ്ഫറി കമ്പനി ഓർ പർച്ചേസിംഗ് കമ്പനി and B Limited is treated as selling company or transferor company. Within a case, how it will be reflected in the books of accounts will be discussed here. ഇവിടെ ഞങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇത്തരം പ്രോബ്ലത്തിൽ A Limited, as we know it owns 10,000 shares or 40% of B Limited it is held by A Limited. So remaining 60%. So it is held by outside shareholders. അത് നമ്മൾ ഓർമ്മിക്കുക. ബി ലിമിറ്റഡിന്റെ 40% ഷെയർസ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് എ ലിമിറ്റഡ് ആണ്. ബാലൻസ് 60% ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡേഴ്സ് ആണ്. ഈ ബി ലിമിറ്റഡിനെ ബൈ ചെയ്യുന്നത് എ ലിമിറ്റഡ് ആണ്. എ ലിമിറ്റഡ് ആണ് ഓൾറെഡി ബി ലിമിറ്റഡിന്റെ 40% ഷെയർസ് ഓൾറെഡി എ ലിമിറ്റഡിന്റെ കയ്യിലുണ്ട്. ഓക്കെ. Then when the purchasing company holds shares in the vendor company, the purchasing company is required to pay only that portion of the total purchase consideration which is payable to outside shareholders. നമുക്കറിയാം ബി ലിമിറ്റഡിന്റെ 40% ഷെയർസ് ഓൾറെഡി ഹോൾഡ് ചെയ്തിരിക്കുന്നത് നമ്മളാണ്, അല്ലെങ്കിൽ പർച്ചേസിംഗ് കമ്പനി തന്നെയാണ്. ഞങ്ങൾ ഇനി പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ റിമൈനിങ് ഓർ ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ 60% ഷെയർ ഹോൾഡേഴ്സിനുള്ള പർച്ചേസ് കൺസിഡറേഷൻ മാത്രം കൊടുത്താൽ മതിയാവും. So, treatment in the books of vendor company. Vendor company means selling company or closing company or transferor company. Transferor companyയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇതെങ്ങനെ എൻട്രി ചെയ്യുമെന്നുള്ളതാണ്. So first, debit the purchasing company account and credit realization account with full amount. Vendor companyയിൽ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ എന്ന് പറയുന്ന ജേർണൽ എൻട്രി ആണ് ഇത്. മൂന്നാമത്തെ ജേർണൽ എൻട്രി എന്ന് പറയാം. ആ ജേർണൽ എൻട്രി വേറെ വ്യത്യാസമൊന്നുമില്ല. പർച്ചേസിംഗ് കമ്പനി അക്കൗണ്ട് ഡെറ്റർ or A Limited account debtor to realization. സാധാരണ ഫുൾ എമൗണ്ട് പർച്ചേസ് കൺസിഡറേഷന്റെ മുഴുവൻ എമൗണ്ട് തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യണം. Then when the purchase consideration is received, നമുക്കറിയാം പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ പേ ചെയ്യുന്നത് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നത് the amount payable to outside shareholders-ന് മാത്രമാണ്. അത്രയും പർച്ചേസ് കൺസിഡറേഷൻ മാത്രമേ റിസീവ് ചെയ്യുള്ളൂ. ഇവിടെ എൻട്രി സെയിം ആണ്, ബട്ട് എമൗണ്ട് എഴുതുന്ന സമയത്ത് the purchase consideration which to be payable to outside shareholders മാത്രമേ റെക്കോർഡ് ചെയ്യേണ്ടതുള്ളൂ. സോ ഇക്വിറ്റി ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ഓർ ക്യാഷ് ഏത് രീതിയിലാണ് പർച്ചേസ് കൺസിഡറേഷൻ തരുന്നത്, അത് ഡെറ്റർ ടു എ ലിമിറ്റഡ് അക്കൗണ്ട്. Amount, actual amount received or amount payable to outside shareholders. Then കിട്ടിയിരിക്കുന്ന എമൗണ്ട് ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യുന്നതാണ്. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർസ് ഡിബെഞ്ചേഴ്സ് ഓർ ക്യാഷ്. എത്രയാണ് എന്താണോ റിസീവ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യുന്നു. ഇവിടെ നമുക്കറിയാം ഫുൾ എമൗണ്ട് ആണ് ഞങ്ങൾ ഇവിടെ ഡ്യൂ ചെയ്തിരിക്കുന്നത്. എ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ ഫസ്റ്റ് എൻട്രിയിൽ
പർച്ചേസ് കൺസിഡറേഷൻ മുഴുവനായിട്ട് ഞങ്ങൾ ഡ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ റിസീവ് ചെയ്തിരിക്കുന്നതും അതേപോലെ പേ ചെയ്തിരിക്കുന്നതും ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സിനുള്ള എമൗണ്ട് മാത്രമാണ്. സോ ദ റിമൈനിങ് എമൗണ്ട്, ദ ബാലൻസ് എമൗണ്ട്, how it will be settled? It is here. Now the balance in the purchasing company account represent amount receivable by the vendor company from purchasing company. ഞങ്ങൾ ഡ്യൂ ചെയ്ത് വെച്ചിരിക്കുന്നത് മുഴുവൻ എമൗണ്ട് ആണ്, പക്ഷെ റിസീവ് ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സിനുള്ളത് മാത്രമാണ്. ബാലൻസ് എമൗണ്ട് നമുക്ക് ഇനി കിട്ടേണ്ടിയിരിക്കുന്നത്രയാണ്. അവർ തന്നിട്ടില്ല, റിസീവ് ചെയ്തിട്ടില്ല. അതേപോലെ ഷെയർ ഹോൾഡേഴ്സിനെ ഞങ്ങൾ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സിനെ മാത്രമേ സെറ്റിൽ ചെയ്തിട്ടുള്ളൂ. ദ ബാലൻസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ദ എമൗണ്ട് വിച്ച് ഇസ് പേബിൾ ടു പർച്ചേസിംഗ് കമ്പനിയാണ്. ബിക്കോസ് ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിൽ 40% ഷെയർസ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് പർച്ചേസിംഗ് കമ്പനി തന്നെയാണ്. അവർക്കുള്ള എമൗണ്ട് ആണ് ബാക്കിയുള്ളത്. ഇവിടെ ഓർമ്മിക്കുക, ദിസ് എമൗണ്ട് ഈസ് നെയ്തർ റിസീവബിൾ ബൈ വെൻഡർ കമ്പനി നോർ പേബിൾ ബൈ പർച്ചേസിംഗ് കമ്പനി. പർച്ചേസിംഗ് കമ്പനിയാണ് നമുക്ക് എമൗണ്ട് തരാനുള്ളത്, ബാക്കി എമൗണ്ട് തരാനുള്ളത്. അതിൽ ആ എമൗണ്ട് ഞങ്ങൾ ബാക്കി എമൗണ്ട് കൊടുക്കാനുള്ളതും പർച്ചേസിംഗ് കമ്പനിക്ക് തന്നെയാണ്. അപ്പൊ അത് രണ്ടും കൊടുക്കുകയോ അല്ലെങ്കിൽ തരികയോ ആവശ്യമില്ല. നോ നീഡ് ടു റിസീവ് ഓർ പേ ദ എമൗണ്ട്. ഇറ്റ് ഷുഡ് ബി സെറ്റ് ഓഫ് ബൈ ഡെബിറ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റിംഗ് പർച്ചേസിംഗ് കമ്പനി അക്കൗണ്ട്. Then next part, this treatment in the books of purchasing company. പർച്ചേസിംഗ് കമ്പനിയുടെ ബുക്കിൽ ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ്. ഫസ്റ്റ് 2 entries are as usual. ആദ്യം ഞങ്ങൾ എഴുതുന്ന ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ലിക്വിഡേറ്റർ ഓഫ് വെൻഡർ കമ്പനി അക്കൗണ്ട്, അതുപോലെ അസെറ്റ്സ് ആൻഡ് ലിയബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്യുന്ന എൻട്രീസ് ആർ ആസ് യൂഷ്വൽ. Then third entry, while making the payment of purchase consideration, it made the payment only in respect of amount due to the outside shareholders. Full amount purchase consideration pay ചെയ്യേണ്ട ആവശ്യമില്ല. The amount due to the outside shareholders only. Then balance amount. That balance amount should be set off against the investment account or against shares in vendor company account. നമുക്ക് ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ വെൻഡർ കമ്പനിയുടെ ഷെയർസ് ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് പർച്ചേസിംഗ് കമ്പനി. അപ്പോൾ ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സിനുള്ള എമൗണ്ട് ഞങ്ങൾ പേ ചെയ്തു. ബാലൻസ് എമൗണ്ട് ഞങ്ങൾ സെറ്റ് ഓഫ് ചെയ്യും ഏതുമായിട്ട്? നമ്മുടെ കയ്യിലുള്ള വെൻഡർ കമ്പനിയുടെ ഷെയറുമായിട്ട്. In shares in vendor company account. Then if there is any balance in the investment account or shares in vendor company account, ഞങ്ങൾ കൊടുക്കുന്ന പർച്ചേസ് കൺസിഡറേഷനും അല്ലെങ്കിൽ ലിക്വിഡേറ്ററിന് കൊടുക്കാനുള്ള എമൗണ്ടും ബാക്കി വന്നിട്ടുള്ള എമൗണ്ടും ഞങ്ങളുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ വെൻഡർ കമ്പനിയിൽ ഷെയർസ് ഇൻ വെൻഡർ കമ്പനിയുടെ വാല്യൂ തമ്മിൽ വല്ല വേരിയേഷൻസും ഉണ്ടെങ്കിൽ, if there is any difference in the value of investment account, it will be transferred to goodwill account or capital reserve account. കാര്യം ഒന്നുകൂടി ക്ലിയർ ആക്കാം. It is the situation. There is a company A Limited and B Limited. B Limited having total number of shares 80,000. Out of this 80,000 shares, 2,000 shares are held by A Limited. That means A Limited has an investment in 2,000 shares of B Limited at rupees 10 each. ബി ലിമിറ്റഡിന്റെ ടോട്ടൽ 80,000 ഷെയർസിൽ 2,000 ഷെയർസ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് എ ലിമിറ്റഡ് ആണ്. അപ്പൊ നമുക്കറിയാം ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് 78,000 ഷെയർസ് ആണ്. ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സ്. എ ലിമിറ്റഡ് ഡിസൈഡ്സ് ടു അബ്സോർബ് ബി ലിമിറ്റഡ്. എ ലിമിറ്റഡ് ബി ലിമിറ്റഡ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. സോ എ ലിമിറ്റഡ് വിൽ ബിക്കം ദി പർച്ചേസിംഗ് കമ്പനി and B Limited will be treated as selling company. As per the assets and liabilities taken over, they decided a purchase consideration of rupees 8,80,000. B Limited net asset value ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് 8,80,000 ആണ്. അങ്ങനെയാണെങ്കിൽ the consideration to be paid to the outside shareholders will be, എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന് കൊടുക്കേണ്ടുന്ന പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ്
8,80,000 into 78,000 divided by 80,000. ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ 78,000 ഷെയർസ് മാത്രമാണ്. അപ്പൊ അതിനുള്ള എമൗണ്ട് മാത്രം പേ ചെയ്താൽ മതിയാവും, 8,58,000. And the balance will be set off against shares in vendor company. നമ്മുടെ കയ്യിൽ ഓൾറെഡി ബി ലിമിറ്റഡിന്റെ ഷെയർസ് നമ്മുടെ കയ്യിലുണ്ട്, 2,000 ഷെയർസ് ഉണ്ട്. There is an investment in the book of A Limited. So that balance will be set off against that investment, that is shares in vendor company. This is the case of shares held by purchasing company in the selling company. Okay, thank you all.